ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ലിലോസ് വ്ളോഗ്. ഇന്ന് കുറേ കാര്യം പറയാനുണ്ട് കേട്ടോ. ആ, ഇത് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് നീറ്റ് കുളിയൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് ഒരു കുട്ടി വന്ന് വിളിച്ചിട്ട് ചേച്ചി ഒന്ന് വിളിച്ചു. അപ്പം വേഗം ഉമ്മറത്തേക്ക് പോയിട്ട് വാതിലൊക്കെ തുറന്ന് നിൽക്കുമ്പോൾ പ്രസാദം കൊണ്ടൊരു കുട്ടി ഇരിക്കുന്നു. ഞങ്ങളെ നൈബറാണ് കേട്ടോ. അപ്പോൾ അവർ മലയ്ക്ക് പോയിട്ട് അതിൻ്റെ പ്രസാദം കൊണ്ടുവന്നു കേട്ടോ. അങ്ങനെ പ്രസാദമൊക്കെ കഴിച്ചു, ചായയൊക്കെ കുടിച്ചു. ഞാൻ ഷോപ്പിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രൈവിങ് പഠിച്ചോ, സ്കൂട്ടി ഞാൻ എടുത്ത് തരാം, ആദ്യമേ പോയാൽ മതിയെന്ന്. പക്ഷേ ഞാൻ ആ ഭാഗത്തേക്കേ ഞാൻ തിരിഞ്ഞു നോക്കിയില്ല കേട്ടോ. ഇപ്പം നല്ല കുറ്റബോധം തോന്നുന്നുണ്ട് അതിൽ പഠിക്കായിരുന്നു എന്നുള്ളത്. അങ്ങനെ എന്നിട്ട് നടന്ന് ഓടിച്ചാടി അവിടെ കാടും മലയൊക്കെ കയറി വന്ന് റോട്ടിലെത്തി. അങ്ങനെ പിച്ച നടക്കുന്ന സീനാണ് ഈ കാണുന്നത്. അങ്ങനെ നടന്ന് ഞാൻ ബസ്സൊക്കെ കിട്ടി. ഞാൻ അങ്ങനെ ഷോപ്പിലെത്തി നടന്ന്. നല്ല പൊടിയാണ് കേട്ടോ. 2 ദിവസം ഞാൻ ഇന്നലെ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല കടയ്ക്ക്. അതിൻ്റെ കൊല്ലം നല്ല കാണാനുണ്ട്. കാരണം ഞാൻ 2 നേരം തുടയ്ക്കും ഇവിടെ. നല്ല റോഡിന് സൈഡായി കാരണം നല്ല പൊടിയാണ്. ഒരു ചാവി എൻ്റെ അടുത്ത്, ഒരു ചാവി അമ്മച്ചിയുടെ കയ്യില്ല കേട്ടോ. അങ്ങനെ ഞാൻ പോയിട്ട് തുറക്കുന്ന സീനാണ് ഈ കാണുന്നത്. പൂട്ടൊക്കെ തുറന്ന് ചുമ മാറിയിട്ടില്ല കേട്ടോ, മാറി വരുന്നേ ഉള്ളൂ. ഈ കുറച്ച് ആൾക്കാർ ഇങ്ങനെ പരാതി പറഞ്ഞോട്ടോ, എൻ്റെ ഫ്രണ്ട്സ്, നിൻ്റെ സൗണ്ട് തീരെ കേൾക്കണില്ല, കുറച്ച് സൗണ്ട് കൂട്ടി സംസാരിക്കുമെന്ന് കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിത്യ ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറയിച്ചാൽ നിത്യയാണ് അധികം എന്നോട് വീഡിയോ ഇടുമ്പോൾ എല്ലാതും ഇങ്ങനെ പറഞ്ഞു തരും. അവൾ ഇങ്ങനെ അത് ചെയ്യണം, അത് ചെയ്യരുത് എന്നൊക്കെ അവർ ഇങ്ങനെയൊക്കെ പറഞ്ഞു തരും. അങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. അങ്ങനെ നല്ലത് മാത്രം പറഞ്ഞു തരണേ, കുറച്ച് കുറ്റം മാത്രം പറയുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. പിന്നെ ഞങ്ങൾ ജ്വല്ലറിയിലെത്തിട്ടോ. ഇത് എന്തിനറിയോ, എൻ്റെ മൂക്ക് കുത്താൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഓൾറെഡി ആദ്യം കുത്തിയിട്ടുണ്ടായിരുന്നു. ആ കുത്തിയത് പിന്നെ എനിക്ക് വേദന ആയപ്പോൾ ഞാനത് ഊരിട്ടു. പിന്നെ ഇങ്ങനെ തോന്നി ഒന്നും കൂടി കുത്തിയാലോ എന്ന്. അപ്പോൾ ഞാനങ്ങനെ ഷോപ്പിൽ പോയിട്ട് കുത്തുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ 2 റിങ്ങും കണ്ടു വെച്ചിട്ടോ. മേടിച്ചിട്ടില്ല, ബഡ്ജറ്റിന് ഇപ്പോൾ കുറച്ച് ടൈറ്റാണ്, അത് കാരണം ഇപ്പോൾ മേടിച്ചില്ല. പിന്നെ വന്ന് മേടിക്കാൻ പറഞ്ഞു. അപ്പോൾ ആ കാക്ക ഇങ്ങനെ എടുത്ത് തന്നു, ജ്വല്ലറിയിലെ കാക്ക ഇങ്ങനെ എടുത്ത് തന്നത് ഏതാ വേണ്ടതെന്ന്. അപ്പോൾ അങ്ങനെ അമ്മുചേച്ചി പറയും ഞാൻ കുത്തി കൊടുക്കും, അവളെ വേദന ഞാൻ വേദനയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട ചേച്ചി, വേദന ആക്കുമ്പോൾ നല്ല വേദന ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞങ്ങൾ മാർക്ക് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ആദ്യം അമ്മുചേച്ചിക്ക് കുത്തി തന്നു. അപ്പോഴേക്കും അത് അത്ര ഉണ്ട് കുറച്ച് ഇറങ്ങി. അപ്പം ഞാൻ കുറച്ചും കൂടി മുകളിലായിട്ട് കുത്തി. അപ്പം അമ്മ ചേച്ചി പറഞ്ഞു അത് മതിയെങ്കിൽ അത് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ത്രില്ലിങ്ങനെ അടിച്ചിരിക്കുകയായിരുന്നിട്ട് എങ്ങനെ ആവും. ഇപ്പോൾ ഒരു 2 വർഷത്തിന് ശേഷമാണ് ഇപ്പം ഞാൻ കുത്തുന്നത് മൂക്ക്. 2 വർഷത്തിന് മുമ്പേ കുത്തിയത് ഞാൻ ഊരിയിട്ടത് കേട്ടോ. ഞാൻ സകല ദൈവങ്ങളെ വിളിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. എന്ന് പറയുന്ന സമയത്ത് അമ്മു ചേച്ചി ഫോണൊക്കെ എടുത്ത് മാറ്റി വെക്കുന്നൊരു സീനുണ്ട് കേട്ടോ. അപ്പോൾ അതുവരെ അമ്മു ചേച്ചി എടുത്തുള്ളൂ. അപ്പോൾ ഞാൻ ആ സൗണ്ട് കേൾക്കില്ല, അമ്മു ചേച്ചി ഫോൺ ഓഫാക്കലും ഒപ്പായി. കാരണം അതൊക്കെ കുറച്ചേ കിട്ടിയുള്ളൂ കേട്ടോ, ആ സീനൊക്കെ കണ്ട. ബാക്കി എൻ്റെ കണ്ണിന്ന് നിറഞ്ഞ് തുളുമ്പുന്നൊരു സീനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അവിടെ പോയി. ആ സമയത്തൊന്നും ക്യാമറ ഓൺ ആയിരുന്നില്ല. ഇത് അമ്മു ചേച്ചി എടുത്തതായിരുന്നു കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് നോസ്റിങ് ആയിട്ടും ഇടാം, പിന്നെ നമ്മൾ മേക്കാതെ സ്റ്റഡിനൊക്കെ ഇടില്ല, അങ്ങനെ ഇടാം കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് സ്റ്റുഡിയോയിലേക്കാണ് കേട്ടോ. ഞങ്ങൾക്കൊരു ഫോട്ടോ എടുക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമ്മു ചേച്ചി ഇതേപോലെ നല്ല രസമാട്ടോ ഇത്. അമ്മു ചേച്ചിയുടെ വെഡിങ് ആനിവേഴ്സറി ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്താലോ വെച്ചിങ്ങനെ നിൽക്കുമായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ വീഡിയോയിൽ അമ്മു ചേച്ചി കാണുമ്പോൾ എന്തായാലും കേൾക്കുമല്ലോ, പറയാനായിട്ട് ഞാൻ പറഞ്ഞു പോവുകയും ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഷോപ്പിലെത്തിയപ്പോൾ ചായ കുടിക്കണ്ട, ഉള്ള പഞ്ചസാര തട്ടിക്കൊട്ടിയിട്ട്. അപ്പോൾ അമ്മു ചേച്ചി പറഞ്ഞു നമുക്ക് കട്ടൻ ചായ കുടിക്കുമെന്ന് പറഞ്ഞു. പൊതുവേ ചായ ഞാൻ അങ്ങനെ കുടിക്കാറില്ല, പക്ഷേ ഷോപ്പിൽ വരുമ്പോൾ ഞാൻ കുടിക്കും കേട്ടോ. അമ്മു ചേച്ചി ഉണ്ടല്ലോ കമ്പനിക്ക്, അപ്പോൾ ഞാൻ അങ്ങനെ ആ ഒരു ഇതിൽ അങ്ങനെ കുടിക്കും. പക്ഷെ എന്നാലും ഫുള്ള് കുടിക്കില്ല, ഒരു അര ഗ്ലാസ്സൊക്കെ കുടിക്കുള്ളൂ. ചായക്ക് അത്ര വലിയ ഇഷ്ടമില്ല. അങ്ങനെ ചായ കുടിക്കുകയാണ്. നല്ല കളറ്.
ചായ കുടിക്കണേൻ്റെ കുടിക്കണ വായിൽ വെക്കണേൻ്റെ ഉള്ളിൽ അമ്മു ചേച്ചി പറഞ്ഞു എന്തെങ്കിലും പോയിട്ട് വാങ്ങിച്ചു വരുമോയെന്ന്. അപ്പോൾ ഞാൻ അങ്ങനെ പോയിട്ട് ഞാൻ 3 സമൂസ മേടിച്ചിട്ടാണ്, വെജിറ്റബിൾ സമൂസ മേടിച്ചു. അമ്മു ചേച്ചിക്ക് ഒരു എന്താ മേടിച്ചത്, ഒരു പപ്സ് മേടിച്ചു, ഒരു എഗ്ഗിൻ്റെ പപ്സ് മേടിച്ചു. അങ്ങനെ എന്നിട്ട് കഴിക്കുകയാണ്. അപ്പോഴേക്ക് നല്ല വേദന ഉണ്ട് മൂക്ക്. അപ്പം അമ്മു ചേച്ചി ഇങ്ങനെ പറയണ സാരില്ല പോട്ടെ. അമ്മു ചേച്ചി ഭയങ്കര കെയറിങ് ആട്ടോ. എനിക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തോന്നും സെക്കൻഡ് മദർ ആണോ, അങ്ങനെ അത്രയും എന്താ പറയുക ഇങ്ങനെ കുഞ്ഞു കുട്ടികളെ പോലെ ഇങ്ങനെ കൊണ്ടുനടക്കും. അപ്പോൾ പുറത്തേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കൈ പിടിച്ചുകൊണ്ട് പോവാം. അതേ വണ്ടി ഇങ്ങനെയൊക്കെ സ്പീഡിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ല കെയറിങ് ആണ് കേട്ടോ ആള്. അപ്പോൾ അമ്മു ചേച്ചി വേറെ ലെവലാണ്. ഞാൻ അമ്മു ചേച്ചിയോട് ഇങ്ങനെ പരാതി പറയണം, അമ്മു ചേച്ചി നല്ല വേദനിക്കുന്നുണ്ട്. അപ്പോൾ അമ്മു ചേച്ചി എൻ്റെ ഒരു ഓയിൽമെൻറ്റ് പറഞ്ഞിട്ട് അത് വാങ്ങിച്ചിട്ട് തേച്ചാൽ പെട്ടെന്ന് മാറും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ അതൊക്കെ കഴിക്കലുണ്ട്. ഇന്ത്യൻ്റെ പകുതി ചായ അമ്മു ചേച്ചിക്ക് തന്നെ കൊടുത്തിട്ടോ. അതിൻ്റെ പകുതി ഞാൻ കുടിക്കണിരുന്നിട്ട് മൂക്ക് കുത്തിയത് നല്ല വേദന പറഞ്ഞാൽ നല്ല വേദന ഉണ്ട് കേട്ടോ. സംസാരിക്കുമ്പോഴൊക്കെ ഞാനിങ്ങനെ എന്താ പറയുക, എന്തോ ഒരു രീതിയിൽ നിന്നിട്ട് സംസാരിക്കുന്നത്, അത്രയും വേദന സഹിച്ചിട്ടാണ് സംസാരിക്കുന്നത്. നിത്യ കുറച്ച് കോമഡിയൊക്കെ ഉൾപ്പെടുത്തുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നിത്യ ഞാനൊക്കെ തട്ടിക്കൂട്ടി ഒപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.